ഹലോ ഗായ്സ്, ദിസ് ഇസ് ജീസസ് ഓൺ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നിന്ന് ഞാൻ കാപ്പിപ്പൊടി ചായ ആയിട്ട് കുടിച്ചത്. ഇടയ്ക്ക് കട്ടൻ ചായ, ഇടയ്ക്ക് പാൽ ചായ, അതൊക്കെ എൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ഇഡ്ഡലി ഉണ്ടായിരുന്നു, പിന്നെ വെള്ളച്ചമ്മന്തി ഉണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ കൂടെ സാമ്പാർ കൂടെ വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ എപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയാലും സാമ്പാറും പിന്നെ വെള്ളച്ചമ്മന്തി ഉണ്ട്. ഇത് മൂന്നും കൂടെ കൂട്ടി കുഴച്ച് കഴിക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ കിച്ചൺ എന്ന് കണ്ടാലോ, അത്രയ്ക്ക് വലിയ കിച്ചണൊന്നുമല്ല, ഒരു കുഞ്ഞ് കിച്ചണാണ്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ഒരു ചെറിയൊരു കിച്ചൺ. അപ്പോൾ ഇവിടെ ചെറുതായിട്ട് എന്തോ സവാള വാട്ടിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കിച്ചണിലെ വിശേഷങ്ങൾ കേട്ടോ. ഇന്ന് ലഞ്ചിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല, സത്യം പറഞ്ഞാൽ അത് മറന്നു പോയതാട്ടോ. ഇതാ സാധനങ്ങളൊക്കെ വലിച്ചു വാരി വെച്ചേക്കാണ്, ഒന്നും അടുക്കി പെറുക്കി വെച്ചിട്ടില്ല. ഒരാൾക്ക് നിൽക്കാനായിട്ടുള്ളൊരു സ്പേസ്, ഒരാൾക്കും പിന്നെ മാക്സിമം 2 പേർക്ക് നിൽക്കാം, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ കിച്ചൺ. അപ്പോൾ ഇതാണ് മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമായിരുന്നു ഇവിടെ. ഇതിൽ സവാളയല്ല, ചുവന്നുള്ളി കേട്ടോ, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തു എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിലേക്ക് പൊടികൾ ചേർക്കുന്നത്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഒരു 2 സ്പൂണൊക്കെയാണ് ഞാൻ ചേർക്കുന്നത്. കാശ്മീരി പിന്നെ സാധനം കൂടെ മിക്സ് ചെയ്തിട്ടാണ്. പിന്നെ അതിൽ കുറച്ച് തക്കാളി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് കുടുക്ക മീനാണ് വാങ്ങിച്ചത്, ഞങ്ങളുടെ നാട്ടിൽ കുടുക്കയെന്ന് പറയണത്. നിങ്ങളുടെ നാട്ടിൽ എന്തായെന്ന് പറയുക? തക്കാളി മിക്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതിലേക്ക് ഒരു ഇച്ചിരി കുടംപുളിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെ ഇന്ന രീതിയിൽ വെക്കണമെന്നല്ല, എനിക്കിപ്പോൾ ഇന്ന് ഇങ്ങനെ വെക്കാനാണ് തോന്നിയത്, അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ട് വേണം കേട്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് മീനായിട്ട് അതിലേക്കിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് തിള വരാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ മീനിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അങ്ങനെ വറ്റിച്ചെടുത്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേനും വിശന്ന്, അപ്പോൾ പാലും പിന്നെ ബൂസ്റ്റും പിന്നെന്താ ബ്രെഡ് ഉണ്ടായിരുന്നു. ബ്രെഡിൻ്റെ കൂടെ പൈനാപ്പിൾ ജാം ഉണ്ടായിരുന്നത്, അത് കഴിച്ചു. എപ്പോഴെപ്പോഴും അങ്ങനെ ജാം കഴിക്കാൻ ഇഷ്ടമല്ല, ഇന്നെന്തോ അത് കഴിക്കാൻ തോന്നി, അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. അതിൻ്റെ കൂടെ ബൂസ്റ്റ് കണ്ടപ്പോൾ കുടിക്കാനൊരു ക്യൂരിയോസിറ്റി, അങ്ങനെ വാങ്ങിച്ച് കുടിച്ചത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പുറത്തു പോവാണ്, കടയിൽ പോകണം. ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ആ തീർന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ള വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആക്ച്വലി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ എടുത്തേക്കാന്ന്. കുറേ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ, 1-2 ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ കണ്ടപ്പോൾ ഭയങ്കര ആക്രാന്തമായിരുന്നു. പിന്നെ ബിസ്ക്കറ്റ്സിനും എല്ലാ നട്ട്സിനും അതുപോലെ തന്നെ കുക്കീസിനൊക്കെ ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചിക്കൻ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനത്തെയാണ് ഉണ്ടായിരുന്നത്. ചിക്കൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും വില കൂടുതലാണ്, പീസും കുറവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.